പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സോണി. ഞാൻ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിലെ ഒരു അബേഡ് പ്രേക്ഷിതനാണ്. ഞാൻ ദൈവത്തിൻ്റെ സ്നേഹം അറിയാനുണ്ടായ ആ സാഹചര്യവും അറിഞ്ഞതിന് ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളുമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ചെറിയ വയസ്സിൽ ഈശോയോട് നല്ല അടുപ്പത്തിലായിരുന്നു. എൻ്റെ ചെറുപ്പത്തിലെ ചേച്ചിയുമായിട്ട് ഒരുമിച്ച് പള്ളിയിലേക്ക് പോകുന്നതും ചേച്ചിയുടെ കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഞാൻ വളരുന്നതനുസരിച്ചിട്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വലിയൊരു അകൽച്ച ഉണ്ടായി. അത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അറിയാതെ തന്നെ ആ ഒരു അകൽച്ച കൂടിക്കൊണ്ടിരുന്നു. ശരിക്കും ദൈവത്തിനായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് ഞാൻ മറ്റു പലതിനുമാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത്. എൻ്റെ കൂട്ടുകെട്ടിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഞാൻ വളരെയധികം പ്രാധാന്യം കൊടുത്തപ്പോഴേക്കും ഞാൻ ഈശോയെ അന്വേഷിക്കാൻ മറന്നുപോയി. എനിക്ക് ചെറുപ്പത്തിലേ മുതൽ അധികം ഫ്രണ്ട്സ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കൂടുതൽ ഫ്രണ്ട്സ് ഉണ്ടാകാനായിട്ട് ഞാൻ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ കൂടെ എപ്പോഴും അവരുടെ താല്പര്യത്തിനൊത്ത് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന് എനിക്ക് അറിയാനുള്ള അവസരങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയത്. പിന്നീട് ഞാൻ വളർന്നു വന്നിരുന്ന ഓരോ സാഹചര്യങ്ങളിലും ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടക്കാതെ വന്നപ്പോഴേക്കും ഞാൻ വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ആ ഒരു സമയത്താണ് എനിക്ക് ദൈവത്തെ പറ്റിയുള്ള ചിന്തയുണ്ടായതും ഞാൻ ഈശോയിലേക്ക് വീണ്ടും തിരിഞ്ഞു നോക്കിയതും. ആ സമയത്ത് എനിക്ക് മനസ്സിലായി, എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരെല്ലാം ശരിക്കും എന്നെ സ്നേഹിക്കുന്നവരാണോ അതോ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നെ സ്നേഹിക്കുന്നതാണോ എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിലെ അബേഡ് ധ്യാനം പങ്കെടുക്കുന്നത്. ആ ധ്യാനത്തിൽ എനിക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത്, ദൈവത്തെ ഒരു വ്യക്തിയായിട്ട് എനിക്ക് കൂടുതൽ അനുഭവിച്ചറിയാൻ വേണ്ടി പറ്റി. അതായത് ഞാൻ ഇത്രയും നാളും ദൈവത്തെ അറിയാതെ നടന്ന ആ സമയത്ത് പോലും ഈശോ എൻ്റെ കൂടെ ഉണ്ടായി എന്നെ സഹായിച്ചുകൊണ്ടിരുന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് ആ സമയത്ത് വ്യക്തമായിട്ട് മനസ്സിലായി. അപ്പോൾ പിന്നീട് എന്നെ ഇത്രയും സ്നേഹിച്ച ഈശോയ്ക്ക് വേണ്ടി തിരിച്ച് എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു തോന്നലായി എൻ്റെ മനസ്സിൽ. അതിന് എനിക്കറിയില്ല ഏത് വഴിയിലൂടെയാണ് ഞാൻ ഈശോയുടെ ആ സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ളത്. പ്രാർത്ഥനയിലൂടെ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഞാൻ മാത്രമേ മാറിയിട്ടുള്ളൂ. എനിക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾക്കൊന്നൊരു മാറ്റം സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് വീണ്ടും പഴയ സാഹചര്യങ്ങളിലേക്ക് പോകാൻ എനിക്ക് വലിയ പ്രലോഭനങ്ങൾ ഉണ്ടായി തുടങ്ങി. അപ്പോൾ ഞാൻ വീണ്ടും ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാനായി ഒരു മാർഗം കണ്ടെത്തിയതാണ് ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ തന്നെ അബേഡ് ശുശ്രൂഷയിൽ പ്രവർത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ അവിടെ കണ്ടുകൊണ്ടിരുന്നത് എന്നെപ്പോലെ തന്നെ കുറേ യുവതി യുവാക്കന്മാർ അവിടെ ജോലിയോ അവരുടെ പഠനമോ അതിനിടയിൽ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തുകൊണ്ട് സന്തോഷം കണ്ടെത്തുന്നത് ഞാൻ കണ്ടു അവിടെ. അപ്പോൾ എനിക്ക് വലിയൊരു ആഗ്രഹം തോന്നിയതുകൊണ്ട് ഞാനും അവരുടെ കൂടെ ചേർന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി ഈശോയ്ക്ക് വേണ്ടി. ആ സമയത്താണ് എനിക്ക് മനസ്സിലായത്, ഞാൻ ഇത്രയും നാൾ അനുഭവിച്ചുകൊണ്ടിരുന്ന സന്തോഷങ്ങൾ അത് ശരിക്കുള്ള സന്തോഷമായിരുന്നില്ല. അതെൻ്റെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഓരോ കാര്യങ്ങളാണെന്നുള്ളത്. പിന്നീട് ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിലെ അബേഡ് ധ്യാനത്തിലൂടെ ഞാൻ യുവതി യുവാക്കന്മാർക്കും വേണ്ടി അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ, അവരെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി ഞാൻ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ ഉള്ളിൽ ശരിക്കുള്ള സന്തോഷം ഞാൻ കണ്ടെത്താൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഓരോ യുവതി യുവാക്കന്മാരും അവരെ ഞാൻ കാണുന്നത് എന്നെ തന്നെയാണ്, പഴയ എന്നെ തന്നെയാണ് ഞാൻ അവരിലൂടെ കണ്ടുകൊണ്ടിരുന്നത്. അവരുടെ അവസ്ഥകൾ കാണുമ്പോൾ പഴയ എന്നെ ഞാൻ ഓർക്കും. അപ്പോൾ അവർക്ക് വേണ്ടി സ്നേഹത്തോടെ അവരെ കൂട്ടുപിടിച്ച് അവരെ ചേർത്ത് പിടിച്ച് അവരെ ദൈവം സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ആ ഒരു സ്നേഹം എൻ്റെ ഉള്ളിൽ ഈശോ നിറച്ചു തന്നു. അത് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ പല യുവതി യുവാക്കന്മാരെയും ദൈവത്തിലേക്ക് അടുപ്പിക്കാനായി എനിക്ക് സാധിച്ചത് ഈ പറഞ്ഞ അബേഡ് മിനിസ്ട്രിയിലൂടെയാണ്. ഈ മിനിസ്ട്രിയിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം കൂടുതൽ അനുഭവിച്ചറിയുകയാണ് ഞാൻ ചെയ്തത്. എൻ്റെ ചെറുപ്പത്തിലെ ഞാൻ അനുഭവിച്ചിരുന്ന ആ സ്നേഹം വീണ്ടും എനിക്ക് അനുഭവിക്കാനുള്ളൊരു അവസരം ഉണ്ടായത് അബേഡ് മിനിസ്ട്രിയിലൂടെയാണ്. അതേപോലെ തന്നെ ദൈവത്തിൻ്റെ സ്നേഹം അറിഞ്ഞതിന് ശേഷം പിന്നീട് അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുക എന്നുള്ള ചിന്ത മാത്രമായി എന്നിലേക്ക്. ആ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചു. പൂർണ്ണമായിട്ടും ശുശ്രൂഷയിലേക്ക് തിരിഞ്ഞുകൊണ്ട് മറ്റു കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കുവാൻ തുടങ്ങി.
അപ്പോൾ അതിലൂടെ കുറേ യുവതീ യുവാക്കന്മാരുടെ മാനസാന്തരങ്ങളും അവരുടെ ജീവിതത്തിലെ മാറ്റങ്ങളും ഞാൻ കാണുന്നതിലൂടെ എനിക്ക് കൂടുതൽ സന്തോഷം കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന സന്തോഷം വേറെ എങ്ങുമല്ല, ഇത് തന്നെയാണെന്നുള്ള ആ കാര്യം എനിക്ക് വ്യക്തമായി മനസ്സിലായി. പല പ്രേക്ഷിതരും അവിടെ അവരുടെ മറ്റു കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് അവർ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് എനിക്ക് വളരെ പ്രചോദനമായിരുന്നു. ഞാൻ എനിക്ക് ഈ അവസരം കിട്ടിയതിനോടും എനിക്ക് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ കിട്ടിയ ഒരു അവസരത്തിനോടും ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. എല്ലാവർക്കും അതിനുള്ളൊരു അവസരം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്.